പ്രഥമദൃഷ്ട്യാ മതവിദ്വേഷത്തിനെതിരായ കുറ്റം നിലനിൽക്കും. ഈ നിയമവ്യവസ്ഥയുടെ എന്തെങ്കിലും വില പോലീസ് കൽപ്പിക്കുന്നുണ്ടോ എങ്കിൽ കത്തിനോട് പോലീസ് പ്രതികരിച്ചിട്ടില്ല. ജനം വെറുക്കുന്നൊരവസ്ഥ കിട്ടത്തി. നമ്മൾ ഏതു കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ അടച്ചാക്ഷേപിക്കില്ലേ. കൈവിട്ട ആയുധവും കൈവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓർത്താന്നു. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മതവിദ്വേഷ പരാമർശങ്ങളിൽ കുറ്റക്കാർ പിഴയടച്ച് രക്ഷപ്പെടാൻ ഇടവരരുത്. ശിക്ഷ ഉയർത്തുന്ന കാര്യം നിയമകമ്മീഷനും പാർലമെന്റും പരിശോധിക്കണമെന്നും ഹൈക്കോടതി. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ വിവിധ വകുപ്പുകൾ പ്രകാരം ഈരാറ്റുപേട്ട പോലീസാണ് ജോർജിനെതിരെ കേസെടുത്തത്. ഗൌരവമേറിയ നിരീക്ഷണങ്ങളോടെയാണ് ഹൈക്കോടതി പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രഥമദൃഷ്ട്യാ മതവിദ്വേഷത്തിനെതിരായ കുറ്റം നിലനിൽക്കും. പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനാവില്ല. 30 വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരാളുടെ പരാമർശങ്ങൾ സമൂഹം കാണുന്നുണ്ട്. പ്രകോപനത്താലാണ് പരാമർശമെങ്കിൽ ജോർജിന് രാഷ്ട്രീയ നേതാവായി തുടരാൻ അർഹതയില്ല. ഭരണഘടനാ ആശയമായ മതേതരത്വത്തെ അപകടത്തിലാക്കുന്നതാണ് പി സി ജോർജിന്റെ പരാമർശമെന്നും കോടതി നിരീക്ഷിച്ചു. കുറ്റക്കാർക്ക് പിഴയടച്ച് രക്ഷപ്പെടാൻ അവസരമുണ്ടാകരുത്. ഇത്തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യം നിയമകമ്മീഷനും പാർലമെന്റും പരിശോധിക്കണമെന്നും ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. ചാനൽ ചർച്ചയിൽ മുസ്ലിം വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തിയതിനെതിരെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളാണ് പോലീസിനെ സമീപിച്ചത്. ഈ നിയമവ്യവസ്ഥയുടെ എന്തെങ്കിലും വില പോലീസ് കൽപ്പിക്കുന്നുണ്ടോ എങ്കിൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് പാലിച്ചുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിക്ക് പറയാനുള്ളത്. നേരത്തെ കോട്ടയം ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. രാവിലെ 11 മണിക്കാണ് പി സി ജോർജിന്റെ വീട്ടിലെത്തി നോട്ടീസ് കൈമാറാൻ പോലീസ് ശ്രമിച്ചത്. 2 മണിക്ക് ഈരാറ്റുപേട്ട പോലീസിന് മുന്നിൽ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ്. എന്നാൽ ജോർജ് സ്ഥലത്തില്ലാത്തതിനാൽ നോട്ടീസ് നൽകാനാകാതെ പാലാ ഡിവൈഎസ്പി ഉൾപ്പെട്ട സംഘം മടങ്ങി. ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഹാജരാകാമെന്നറിയിച്ച് മകൻ ഷോൺ ജോർജ് വഴി കത്ത് നൽകിയത്. കത്തിനോട് പോലീസ് പ്രതികരിച്ചിട്ടില്ല. അതേസമയം പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെ പി സി ജോർജ് മാപ്പു പറഞ്ഞിരുന്നതായും ഇപ്പോഴത്തെ അറസ്റ്റ് ശരിയല്ലെന്നും മകൻ ഷോൺ ജോർജ് പറഞ്ഞു. വർഗീയ ധ്രുവീകരണം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം പി സി ജോർജ് തുടരുക തന്നെ ചെയ്യും. അതിനകത്ത് അദ്ദേഹം ഉപേക്ഷിച്ച ഭാഷ തെറ്റായി പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. പിന്നെ നിയമത്തെ നിയമപരമായി നേരിടും. നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാതെ ജോർജിനെ അറസ്റ്റ് ചെയ്യാനാകില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 7 വർഷത്തിൽ താഴെ ശിക്ഷ ഉള്ള കേസുകളിൽ പ്രതി നേരിട്ട് നോട്ടീസ് കൈപ്പറ്റണമെന്നാണ് നിയമമെന്നും പോലീസ് പറയുന്നു. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ കാണുന്നൊരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ്. പുള്ളി കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മാണി കോൺഗ്രസ്, ജോസഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും മറിച്ചൊക്കെയാണ് ഈരാറ്റുപേട്ട പൂഞ്ഞാറ് ഭാഗത്തൊക്കെയാണല്ലോ പുള്ളിയുടെ ഒരു കളം. അവിടുത്തെ കളമൊക്കെ പുള്ളിക്ക് പിന്നീട് നഷ്ടപ്പെട്ടു പോയി. ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ഈ മാറ്റി ചവിട്ടി പോകുമ്പം ഇന്ന് കോൺഗ്രസിൻ്റെ കൂടെ, ചിലപ്പോൾ നാളെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ, നാളത്തെ ചിലപ്പം ബി.ജെ.പിയുടെ കൂടെ, ഇങ്ങനെ വരുമ്പം ജനത്തിനൊരു വിശ്വസ്തത പോയി. വർഷങ്ങളായിട്ട് പി സിയോടുള്ള ഒരു വിശ്വസ്തത നഷ്ടപ്പെട്ട് പി സി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നാട്ടിലൊരുപാട് അതെല്ലാം ജനം ജനം വെറുക്കുന്നൊരവസ്ഥ കിട്ടത്തി. നന്മയും തിന്മയും ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം പി സി നന്മ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ തിന്മ ഇതിന് മുകളിലോട്ട് കയറി വിദ്വേഷ പ്രസംഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം പുള്ളിയുടെ നന്മ പ്രവർത്തികളൊക്കെ താന്നിട്ട് വിദ്വേഷ പ്രസംഗമൊക്കെ വന്നപ്പം തിന്മ പ്രവർത്തികൾ കയറിപ്പോയി. സമൂഹത്തിന് പുള്ളിയുടെ വലിയ താല്പര്യമില്ലാതെ, കോൺഗ്രസ്സിലാണെങ്കിലും മാർക്സിസ്റ്റിലാണെങ്കിലും ബി.ജെ.പിയിലാണെങ്കിലും വലിയ താല്പര്യമില്ല പുള്ളി. പിന്നെ ബി.ജെ.പിയിൽ പിന്നെയും പുള്ളിയെ കുറച്ചുകൂടെ ബി.ജെ.പിക്ക് ഇവിടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി പുള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ പി സി ഈ പ്രാവശ്യം പെട്ടു. പുള്ളി എല്ലാ പ്രാവശ്യവും ഈ പൊതുവേദിയിൽ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര അരഗൻ്റായിട്ട്, ഭയങ്കര റൂഡായിട്ട്, മതപരമായ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടോക്കാണ് പുള്ളിയുടെ ഒരു ഇത്. അത് ആളുകൾക്ക് എല്ലാവർക്കും ദഹിക്കില്ല, ഡൈജസ്റ്റബിൾ അല്ല അത്. പിന്നെ ചാനൽ ചർച്ചകളോട്ട് വന്നപ്പം തെറിവിളി, ഭയങ്കരമായിട്ടും തെറി പറയും, ദേഷ്യപ്പെടും. പി സിക്ക് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ കാണും. ഞാനിതാണ്, ഞാൻ മറ്റാണ്, ഞാൻ തുറന്നു പറയുന്നത് കൂടുതൽ. പക്ഷേ ജനത്തിനത് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തു. പുള്ളി മുസ്ലിം വിഭാഗത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. നമ്മൾ ഏതു കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ അടച്ചാക്ഷേപിക്കില്ലേ. എല്ലാവരും അങ്ങനത്തെക്കാരല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ മതം, രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ വായി തോന്നുന്ന പാട്ടെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഹർട്ടാവും. പി സിയൊക്കെ ഇത്രയും പൊസിഷൻ നിൽക്കുന്നതൊക്കെ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് രാഷ്ട്രീയത്തിലുള്ള
നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം ടോക്ക്. മറ്റൊരു മോഹൻലാൽ ഒരു 6-ാം തമ്പനി പറഞ്ഞ വേടുണ്ട്, കൈവിട്ട ആയുധവും കൈവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല, ഓർത്താൻ നന്ന്. നമ്മുടെ നാവ് നിന്ന സാധനം ആ ടങ് ആ ഒരു ലോങ് അയച്ചു വിട്ട് അങ്ങ് തുടങ്ങും. ഒരു ആയുധത്തെക്കാളും മൂർച്ചയുണ്ട് നല്ല ചൂടൻ 2 വാക്കുകൾ. PC എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആ സ്നേഹം ജനതയ്ക്ക് നഷ്ടപ്പെട്ടു. പുള്ളിയുടെ ആ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള ആ ഒരു ഫെയിം പുള്ളിക്ക് നഷ്ടപ്പെട്ടു. കോടതി ജാമ്യം തള്ളിയില്ലേ, അറസ്റ്റ് അപ്പം വേണമെന്നുണ്ടാകും. ഇതിപ്പോൾ ഈ ഇഷ്യൂ പറഞ്ഞതിന് ശേഷം പുള്ളി ഫേസ്ബുക്കിൽ വന്ന് കമൻറ്റ് ഇട്ടിരുന്നത് ഞാൻ മനഃപൂർവ്വമല്ല, അങ്ങനെ പറഞ്ഞു പോയതാ, എന്നാലും ചില അവന്മാരുടെ ഉണ്ട്, അവന്മാർക്കിട്ട് അങ്ങനെയുള്ള രീതിയിൽ അടിപൊളിട്ടുണ്ട്. ചില സമയത്ത് PCയുടെ വില വരുമ്പം ചിരിയും വരും, സഹതാപവും തോന്നും. കാരണം വെച്ചാൽ ആള് ഞാൻ പറയില്ല, ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് മനസ്സിലായി നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എവിടെ പോയി? രാഹുൽ ഈശ്വൻ കമോൺ, നമ്മളെ PC ജോർജിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? PC ജോർജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ മുമ്പോട്ട് വരിക. മറ്റേ വട്ടിയൂർക്ക അജിത് കുമാർ, താങ്കൾ മുമ്പോട്ട് വരിക, PC പ്രൊട്ടക്ട് ചെയ്യണ്ടേ? നമ്മൾ പറഞ്ഞെങ്കിലും PCക്ക് ജയിലിൽ പോയി കിടക്കുക. പുള്ളിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്, ഡയബറ്റിക്കും പ്രഷറും ഒക്കെ BP ഒക്കെ ഉണ്ട്. നാവൊന്ന് നിയന്ത്രിക്കേണ്ടത് സമയം കഴിഞ്ഞു. അത് എന്താണ് PC ആരും ഉപദേശിക്കാൻ പോവില്ല. അതാണ് പറഞ്ഞ് ശീലിച്ചു പോയി ചെറുപ്പം മുതൽക്ക് തന്നെ. എങ്ങോട്ട് ഇടിച്ച് കയറി ചെല്ലുക രണ്ട് ഡയലോഗ് പറയുന്ന PC ഒരു ശീലമാണ്. അതിപ്പം എല്ലാവർക്കും ഡൈജസ്റ്റ് ആണെന്നില്ല. ഇതിപ്പം മതപരമായ കാര്യങ്ങളോട്ടൊക്കെ വരുമ്പം വലിയ പ്രശ്നമാണ്. നമ്മളിങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ വളരെ സ്റ്റഡീഡ് ആയിരിക്കണം, ചുമ്മാ ഒന്ന് പറയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.